പെട്ടു. ഇന്നലെ 2 ലൈവ് ഇട്ടാ ഞാൻ പറഞ്ഞത് നമ്മുടെ സീക്രട്ട് ഏജന്റ് വരുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ഞാൻ സത്യം പറയണമെങ്കിൽ ഭയങ്കര കലിപ്പിലാ. കാരണം ഞാൻ സീക്രട്ട് എണ്ണം വരും എന്നൊക്കെ പറഞ്ഞ് ഇത്രയും തള്ളിയൊക്കെ വീഡിയോസ് ഒക്കെ ഇട്ടങ്ങ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈവനിങ് ആയപ്പോ നമ്മുടെ ലാലേട്ടൻ വന്നിട്ട്, കാരണം ഞാൻ നോക്കുവാണ് എപ്പോഴാണ് സീക്രട്ട് ഏജന്റിന്റെ എൻട്രി. അങ്ങനെ നോക്കുമ്പോ ലാലേട്ടൻ വന്നിട്ട് പറയുക, ഈ നിൽക്കുന്ന മനുഷ്യനാണ് സീക്രട്ട് ഏജന്റ് എന്ന്. നിങ്ങൾ വിശ്വസിക്കോ? നമ്മൾ ആദ്യമായിട്ടാണ് സീക്രട്ട് ഏജന്റിനെ കാണുന്നത്. ഈ മനുഷ്യനത് എന്തു പറ്റി? അപ്പോൾ സീക്രട്ട് ഏജന്റ് പറയുവാണ്, ഞാനൊരു ഈ മേക്ക് ഓവർ ചെയ്തവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ, മൂത്തിട്ട മേക്കപ്പ് ആയിരുന്നെങ്കിൽ നമുക്കങ്ങ് മായ്ച്ച് കളഞ്ഞ് വേറെ ഇടായിരുന്നു. ആരാണ് എൻ്റെ അണ്ണൻ ഈ പുതിയ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നത്? നിങ്ങൾ എന്തിനാണ് ആ മുഖത്തുണ്ടായിരുന്ന രോമൊക്കെ വടിച്ച് കളഞ്ഞത്? വളരെ എന്താ പറയുക, പോട്ടെ, അത് പോട്ടെ. ഇനിയും അണ്ണൻ പറയുന്നുണ്ട്, അണ്ണൻ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അണ്ണൻ അത് വേറെ അണ്ണനും. ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള സീക്രട്ട് ഏജന്റിനെയാണ് നമ്മൾ ബിഗ് ബോസിൽ കാണാൻ പോകുന്നതെന്ന്. അപ്പോൾ അണ്ണൻ ഭയങ്കര ഗെയിം പ്ലാൻസും സ്ട്രാറ്റജിയും ഒക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിലെ ഈ ഗെയിമിൽ ഒരുപാട് സ്ട്രാറ്റജീസ് ഒക്കെ വർക്കാവുമോ. നമ്മൾ അത്ര ഒരുപാട് പ്ലാൻ ചെയ്തൊന്നും വന്നാൽ അതൊന്നും അവിടെ വർക്കാവാൻ ചാൻസ് ഇല്ല. കാരണം കാര്യങ്ങൾ സംഭവിക്കുന്ന അനുസരിച്ച് നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മളും ഓരോരോ കാര്യങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അതിന് റിയാക്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അണ്ണൻ പ്ലാൻ ചെയ്ത മാതിരി തന്നെ കാര്യങ്ങളൊക്കെ വരട്ടെ എന്ന് നമുക്കും വിഷ് ചെയ്യാം. പിന്നെ ലാലേട്ടൻ സ്റ്റേജിൽ വരുമ്പോൾ നമ്മുടെ സീക്രട്ട് അണ്ണനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിമർന്ന്. അപ്പോൾ സീക്രട്ട് അണ്ണൻ പറയുന്നത് ഗബ്രി ആണെന്നാണ് പറയുന്നത്. ഗബ്രി ഭയങ്കര അടിപൊളി ഗെയിമറാന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. മേ ബി എനിക്ക് ഗബ്രീനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും. സീക്രട്ട് അണ്ണൻ്റെ മനസ്സിൽ എന്തെങ്കിലും പ്ലാൻസ് ഒക്കെ കാണുമായിരിക്കാം. പ്ലാനൊന്നും ഫ്ലോപ്പ് ആവാതിരുന്നാൽ മതിയായിരുന്നു. അതുപോലെ ആരൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോഴും ആ ലിസ്റ്റിലും ഗബ്രി ഉണ്ട്. ബിക്കോസ് ഹി ഈസ് എ വെരി ഗുഡ് പ്ലെയർ, അതുകൊണ്ട് അവനെ ടാർഗറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അതുപോലെ 1-2 വേറെ ആളുകളെയൊക്കെ സീക്രട്ട് അണ്ണൻ പറയുന്നുണ്ട്. ഐ ഫെൽറ്റ് ഇന്നലെ സീക്രട്ട് അണ്ണൻ കുറച്ച് നെർവസ് ആയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. മേ ബി നമുക്ക് പറയത്തില്ലേ, എല്ലാവർക്കും ചില സമയത്ത് ചില ആളുകൾ ആരംഭത്തിലേ ഭയങ്കര ശൂരത്വം കാണിക്കും, പിന്നീട് ഒന്നും ഉണ്ടാവത്തില്ല. സീക്രട്ട് അണ്ണൻ മേ ബി കുറച്ച് കാമൊക്കെ ആയി ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഒരു ഷോയിൽ വരുമ്പോൾ ഇനീഷ്യൽ നെർവസ്നെസ് ആയിരിക്കാം. അതൊക്കെ സോർട്ട് ചെയ്ത് വരും ദിവസങ്ങളിൽ അടിച്ച് പൊളിച്ച് തന്നെ വീഡിയോ ഒക്കെ ആയിട്ട്, വീഡിയോ എന്നാണ് സീക്രട്ട് ഏജന്റിന്റെ പേര് പറയുമ്പോൾ നമുക്ക് വരെ വീഡിയോ ആണ്. നല്ല അടിപൊളി ഗെയിമും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബിഗ് ബോസിൽ അടിച്ച് പൊളിച്ച് തന്നെ മുന്നോട്ട് പോകട്ടെ. അങ്ങനെയല്ല നമുക്ക് വിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിവേ എനിക്ക് ഭയങ്കര വിഷമായി പോയി. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്ത ലുക്കിലല്ലല്ലോ കാര്യം അല്ലേ. ലുക്കൊക്കെ അവിടെ ഇരിക്കട്ടെ എന്ന്, ഗ്ലാമറും കാര്യങ്ങളൊക്കെ നമുക്ക് ബ്ലേറ്റർ സൂപ്പറായിട്ട് തന്നെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണൻ അടിപൊളിയായിട്ട് ബിഗ് ബോസിൽ അടിപൊളിയായിട്ട് കളിക്കട്ടെ. കാരണം നമുക്ക് എല്ലാ കണ്ടസ്റ്റൻസും വരുമ്പോൾ നമുക്ക് അവരെല്ലാവരും വിഷ് ചെയ്യാനുള്ളത് സൂപ്പറായിട്ട് അവർ വിചാരിച്ച പോലെ സൂപ്പർ പ്ലേ ഒക്കെ അടിപൊളി. അങ്ങനെ ഭയങ്കര എക്സ്പെക്ടേഷൻസ് പറഞ്ഞാൽ ഓഡിയൻസിന് സീക്രട്ട് ഏജന്റിൽ ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഉണ്ട്. കാരണം നമുക്കറിയാം ഡെയിലി സോഷ്യൽ മീഡിയയിൽ പല വീഡിയോസ് ഇട്ട് പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പല ഡിസ്കഷൻസും പല പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഇറഗുലർ ബേസിസിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആളുകളുടെ എക്സ്പെക്ടേഷൻ പ്രോബബ്ലി എത്രയാണെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ സായി കൃഷ്ണ എന്ന് പറയുന്ന സീക്രട്ട് ഏജന്റ് മറികടക്കോ, എല്ലാ കണ്ടസ്റ്റൻസിനെയും അടിച്ച് പരത്തി പുള്ളിക്കാരൻ കപ്പുമായി, ഞാൻ ഉദ്ദേശിക്കുന്ന ഇടിയല്ല കേട്ടോ, കപ്പുമായി പുറത്തു വരുമോ, എല്ലാം വെയിറ്റിംഗാണ്. കുറേ സപ്പോർട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഓൾറെഡി തന്നെ കമ്മ്യൂണിറ്റി പോളിലും കാര്യങ്ങളിലൊക്കെ സീക്രട്ട് ഏജന്റിന് ഭയങ്കര സപ്പോർട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് തൻ്റെ കളിയിലൂടെ നിലനിർത്തുമോ, അതൊക്കെയാണ് നമുക്ക് കാണാനുള്ളത്. എനിവേ, ഓൾ ദ ബെസ്റ്റ്.